ഇങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഇതുപോലെ ഫുൾ വെള്ളമായിരുന്നു. ഇതിനേക്കാളും വെള്ളമായി. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ആ വീഡിയോയും കൂടെ കാണാനായിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഹായ്, ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയതും വെള്ളത്തോട്ടിൽ എത്ര വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തോടാണിത്, കണ്ടാ. ഇപ്പം ആ തോട്ടിൽ വെള്ളം ഉണ്ടല്ലോ, നല്ല കണ്ണാടി പോലെ തെളിഞ്ഞിട്ടുണ്ട്. ആ അടിഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാണാൻ ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കുന്നത്. പ്രകൃതി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്ന് എന്താണ് വീഡിയോ വെച്ചാൽ, ആ തോടിന് ഇതുവരെ തോട് നമ്മൾ ഈ മേലെ നിലേ കാണിച്ചിട്ടുള്ളൂ, അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ടേ ഇല്ല. ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, ആ തോടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് വീഡിയോ എടുക്കണം. രണ്ട്, കുറച്ച് പുതിയതായിട്ട് കുറച്ച് അതിഥികൾ നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്. അതാരാണെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരാണ്. തേങ്ങയാണ് കേട്ടോ. ഈ തോട്ടിൻ്റെ സൈഡിലൊക്കെ തെങ്ങുണ്ടാവില്ലേ, അപ്പം നല്ല കാറ്റടിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഈ തേങ്ങയും അതൊക്കെയാണ് പോണത്. ഈ വെള്ളപ്പൊക്കം വന്ന ആ സമയത്തായിരുന്നു ചാക്കായിട്ടായിരുന്നു ആൾക്കാർ ഇവിടുന്ന്. ഈ ഭാഗമൊക്കെ കുളം പോലെ നിന്നിരുന്ന വെള്ളമായിരുന്നു അന്ന്. ആ മേലത്തെ ആ പാലത്തിൻ്റെ അടിയിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നില്ലേ. ഇപ്പം ആ വെള്ളമൊക്കെ കുറഞ്ഞു. നല്ല ഭംഗിയായി. ഇത് കുളിക്കൊന്നുമില്ല, എന്നാലും ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും കുളിക്കാൻ തോന്നുന്ന പോലെ അത്രയും നല്ല നീറ്റായിട്ടുണ്ട് വെള്ളം. അവർ വൃത്തിയാക്കും കൂടി ചെയ്തത് തന്നെ കൊണ്ടാണ്. തോട്ടിൽ വെള്ളം കാണിച്ചു തരാമെന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ട് വന്നില്ലേ, പക്ഷെ ഇത്ര നേരം പോകാൻ പറ്റിയില്ല തോട്ടിൻ്റെ അവിടേക്ക്, കാരണം മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴ, അങ്ങനെ വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പം മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് തോട്ടിലെ വെള്ളം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് വന്നാലോ. അല്ല, നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ദൈവമേ, ഇതിൻ്റെ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. എത്ര വെള്ളം വറ്റി നോക്ക്. നന്നായി തെളിഞ്ഞിട്ടുണ്ട് വെള്ളം. ആൾക്കാരാണെങ്കിൽ നിറയെ മീൻ പിടിക്കുന്നതാണ്. മീനൊന്നും കാണാനില്ല. മാലിന്യമാണ് ഇതിനകത്ത്. ഇത് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് വെളിയിലോട്ട് പോവില്ലേ, 2 ഗേറ്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ആയിട്ട്. അങ്ങനെ താഴോട്ട് പോകുന്ന എവിടെയാണ് കുറേ ഇങ്ങനെ ചെടി ഇങ്ങനെ എന്താ പറയുക, പൊന്ത പിടിച്ച പോലെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് എന്താണ് ഇങ്ങനെ ഇവിടെ വൃത്തിയാക്കണമില്ല, കുറേ ചെടികളാണെന്ന്. പക്ഷേ ഒരു കാര്യം അറിയോ, ആ ചെടിയില്ലേ അതിനകത്ത് നമ്മൾക്ക് പല അസുഖത്തിനും മരുന്ന് പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് അധികം ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഈ ചെടികളിൽ തന്നെ എന്തൊക്കെ ചെടിയുണ്ടെന്നറിയാം. മഞ്ഞപ്പിത്തം മാറാനായിട്ട് നമ്മൾ കീഴാർനെല്ലി എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കില്ല, അതാണ് ഈ ചെടി കാണുന്ന ഈ എന്താ പറയുക, പുളിയില പോലെയുള്ള കാണുന്നില്ലേ, ആ ചെടിയാണ് കീഴാർനെല്ലി എന്ന് പറയും. മഞ്ഞപ്പിത്തം മാറാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ എത്ര മരുന്നുണ്ടെന്നറിയോ. കീഴാർനെല്ലി ഉണ്ട്, പിന്നെ എന്താ പറയുക, കുറുന്തോട്ടി ഉണ്ട്, പിന്നെ കയ്യോന്നി ഉണ്ട്, എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെ കുറേ മരുന്നുകളുണ്ട് ഈ ചെടിയിൽ തന്നെയുണ്ട്. അതായത് തുമ്പയുണ്ട്. അങ്ങനെ നന്നായി കാണുമ്പോൾ അത്ര വലിയ സംഭവം അല്ലെങ്കിലും ഈ ചെടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികളുടെ വയറിളക്കം മാറാൻ, പിന്നെ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വെച്ചാൽ അലർജി ആയിട്ടുള്ള ആ മരുന്നിന്, പുഴുക്കൾ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അലർജിക്ക്, അതിനൊക്കെ ആ ചെടി ഉപയോഗിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ പുതിയ അതിഥികൾ പറഞ്ഞല്ലേ. നമ്മുടെ മഴയായ സമയത്ത് ഇവിടെ വന്നിട്ട് ആ ബെഡിനൊക്കെ നന്നായി ഇങ്ങനെ കീറിച്ചിട്ട് അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കയറി ഈ വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ആ ബെഡിലിരിക്കുന്നത്. അങ്ങനെ വന്നിരുന്നതായിരുന്നു. പാവം പ്രഗ്നൻ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ വിട്ടു. ലാസ്റ്റ് അത് ഇവിടെ തന്നെ അവർ വീട് പോലെ ആക്കി. ഇവിടെ തന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. ഇങ്ങനെയുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ്, എന്നാലും നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ എടുത്തത്. നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ തുണിൻ്റെ ആ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു. കാരണം അതിങ്ങനെ ചൂടുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. കാരണം എല്ലാ കുട്ടികളും കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ലേ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇനി ഇവിടെയൊക്കെ കൂടെ ഇങ്ങനെ ഇതിനുള്ളിൽ തന്നെ ഓടിച്ചാടി നടക്കുമോ എന്നറിയില്ല. എന്തായാലും
ഇപ്പോൾ ഞങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, നല്ല പരിചയമല്ലേ, അതുകൊണ്ട് പുറമേ നിന്ന് ആരെങ്കിലും വന്നതെന്ന് വെച്ചാൽ അവരെയൊക്കെ ഇങ്ങനെ കുഴച്ച് ഓടിക്കുന്നൊക്കെ ഉണ്ട്. കാണാൻ പക്ഷേ നല്ല ഭംഗിയുണ്ട്, എല്ലാം ഒരുപോലെയുള്ള കുട്ടികൾ കാണാൻ നല്ല ചന്തമുണ്ട് കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ വെറുതെ എനിക്ക് തോന്നി എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന്. ഇനി ഓടിച്ചാടി നടക്കാൻ തുടങ്ങുമ്പോൾ ഇതിനേക്കാളും വണ്ണമൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും തോന്നുന്നു.